നമ്മുടെ ചരിത്രം മാത്രമല്ല വിദേശ ചരിത്രത്തിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളൊക്കെ പഴംപൊരി കഴിക്കാറില്ലേ? പഴംപൊരി കഴിക്കാറില്ലേ? ഈ പഴംപൊരിയുടെ അടിസ്ഥാനം എവിടെ നിന്നാണ്? പഴംപൊരിക്ക് ഇസ്രായേൽ പാലസ്തീൻ യുദ്ധവുമായി ഒരു ബന്ധമുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്തു തരുമോ? ക്യാൻ യു ബിലീവ്? യഥാർത്ഥത്തിൽ പഴംപൊരിയുടെ കേരളത്തിലെ ആദിമ രൂപം പാസ്റ്റൽ എന്ന കൊച്ചിയിലെ ജൂതന്മാരുണ്ടാക്കുന്ന, ഒരുപക്ഷെ ലോകമെമ്പാടുമുള്ള ജൂതന്മാർ ഇസ്രയേലി ജനത ഉണ്ടാക്കുന്ന പാസ്റ്റൽ എന്ന വിഭവമാണ്. എക്സാക്ട്ലി നിങ്ങൾ പഴംപൊരി ഉണ്ടാക്കുന്ന രീതി മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് പാസ്റ്റലുമായുള്ള വലിയ ബന്ധമുണ്ട്. ഞാൻ ഒരു 2 വർഷം മുമ്പ് ജപ്പാനിൽ പോയപ്പോൾ അവിടെ ഈ റൈസിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രത്യേകതരം വൈന്, അതാണ് അവർ സുഷി എന്ന് പറയുന്ന ഈ മാംസവിഭവങ്ങളുമായിട്ട് ഉണ്ടാക്കി ചേർത്ത് കഴിക്കുന്ന ലഹരി പാനീയം. അധികം വലിയ ലഹരിയൊന്നുമില്ല. അതിൻ്റെ പേര് സാക്കെ. അതൊരു ബേസിക്കലി ഒരു റൈസ് വൈനാണ്. അതാണ് സുഷിയുമായി ചേർത്ത് കഴിക്കുന്നത്. ഇതേ കൾച്ചർ തന്നെയാണ് നമ്മൾ കപ്പയും കള്ളും നമ്മുടെ നാട്ടിൽ കഴിക്കുമ്പോൾ ഉണ്ടാവുന്നത്. നമ്മുടെ കപ്പയിലും ഒരു ചെറിയ നേരിയ സയനൈഡ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കപ്പ വേവിച്ച് തിളപ്പിച്ച് കഴിക്കുന്നത്. നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കപ്പയില ഏതെങ്കിലും മൃഗങ്ങൾ കഴിച്ചാൽ അതിന് പെട്ടെന്നൊരു വാട്ടം വരാറുണ്ട്, അതിനൊരു മയക്കം വരാറുണ്ട്. ഇതിന് പ്രധാനപ്പെട്ട കാരണം കപ്പയിൽ ഒരു ചെറിയ തോതിൽ വിഷം അടങ്ങിയിട്ടുണ്ട്. കപ്പയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ can I take 5 more minutes? കപ്പയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ പഴയ തിരുവിതാംകൂറിൽ വലിയ തോതിലുള്ള ക്ഷാമമുണ്ടായപ്പോൾ അന്നത്തെ രാജാവായിരുന്ന ആയില്യം തിരുനാളിന് ഒരു വഴിയുമില്ലാതിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരനായ വിശാഖം തിരുനാൾ അന്ന് ഒരു വൈകുന്നേരം ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തു. തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്ര പേർ പോയിട്ടുണ്ട്? തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ, അതിൻ്റെ മുകളിൽ, റെയിൽവേ സ്റ്റേഷൻ്റെ മുകളിൽ ഒരു പാലമുണ്ട്. ആ പാലത്തിൻ്റെ അവിടെ നിന്ന് കരമനയ്ക്ക് പോകുന്ന വഴി തൊട്ടടുത്തായിട്ട് തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ഒരു ഓഫീസുണ്ട്. കേരളത്തിൽ ആദ്യമായി കപ്പയെക്കുറിച്ചുള്ള ഡിസ്കഷൻ നടന്ന ഓഫീസാണ് തിയോസഫിക്കൽ സൊസൈറ്റിയുടെ, ഇപ്പോൾ ആർക്കും വേണ്ടാത്ത ആ ഓഫീസ്. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യാൻ വന്ന ആൾക്കോട്ട് എന്ന വിദേശ ആളാണ് ഈ വിശാഖം തിരുനാളിനോട്, നിങ്ങളുടെ നാട്ടിൽ ക്ഷാമമല്ലേ, നിങ്ങൾ ബ്രസീലിൽ നിന്ന് കപ്പ ഇറക്കിയാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഗുണം ചെയ്യും എന്ന് മനസ്സിലാക്കിയത്. അതിന് മുമ്പേ ഗോവയിൽ 1800കളിൽ കപ്പ കൃഷി പോർച്ചുഗീസുകാർ വഴി സ്റ്റാർട്ട് ചെയ്തിരുന്നു. പിന്നീടാണ് തിരുവിതാംകൂർ ഇടപെട്ട് വലിയ തോതിൽ ബ്രസീലിൽ നിന്ന് കപ്പക്കമ്പ് കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, അന്ന് വരെ നമ്മുടെ നാട്ടിലെ പൊതുവായ ഭക്ഷണം തിനയായിരുന്നു. അതിനുശേഷമാണ് നെല്ലൊക്കെ വന്നത്. അപ്പോൾ ഈ തിനയെ മാറ്റി, തിനയുടെ ഒരു വലിയ പ്രശ്നം അതിന് വലിയ തോതിൽ വെള്ളം വേണം. അപ്പോൾ അതിനെ മാറ്റി ഈ ക്ഷാമം, കാരണം നിങ്ങൾക്കറിയാമല്ലോ അതൊരു സീസണൽ ക്രോപ്പാണ്. അപ്പോൾ പൊതുവായിട്ട് എല്ലാ കാലത്തും ഉണ്ടാകുന്ന ഒരു വിഭവം ഉണ്ടെങ്കിൽ മാത്രമേ ക്ഷാമത്തെ പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് കപ്പ കേരളത്തിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കപ്പ ആദ്യം ഉണ്ടാക്കുമ്പോൾ കർഷകർക്കിടയിൽ വലിയ എതിർപ്പാണ്. കപ്പ കൃഷി ചെയ്യാൻ ആരും തയ്യാറല്ല. അങ്ങനെ കവടിയാർ കൊട്ടാരത്തിനകത്ത് 3 ഏക്കർ സ്ഥലം കണ്ടെത്തി രാജാവിൻ്റെ പാചകക്കാരെല്ലാം കൂടെ ചേർന്നിട്ട് ആദ്യമായിട്ട് കപ്പ കൃഷി തുടങ്ങുകയാണ്. കപ്പ വിളവെടുത്തതിന് ശേഷമാണ് ആളുകൾക്ക് ഈ കപ്പ വിശപ്പ് മാറ്റുമെന്ന്, അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്ന രീതി വരെ കൊട്ടാരത്തിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടാണ് പിന്നീട് കപ്പ കേരളത്തിൻ്റെ ഒരു പോപ്പുലർ വിഭവമായി മാറുന്നത്.